നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 ഡിസംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച ദിവസം. നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് 1 വർഷത്തിലധികമായെന്ന് തൊഴിലാളികൾ. പ്രതിമാസം 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. 13 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നിലവിൽ. 20,800 രൂപ കുടിശ്ശിക ഇനത്തിൽ ഓരോ തൊഴിലാളിക്കും ലഭിക്കാനുണ്ട്. ഇതിനൊപ്പം അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം, വിവാഹ ധനസഹായം, പ്രസവ ആനുകൂല്യം, കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം, മരണാനന്തര സഹായവും അപകട മരണ ധനസഹായവും ലഭിക്കാനുണ്ട്. ക്ഷേമ പെൻഷന് അർഹരായ തൊഴിലാളികളിൽ പലരും വിവിധ അസുഖങ്ങളായി വീട്ടിൽ കിടക്കുന്നവരാണ്. ഒരു നേരത്തെ മരുന്നിന് പോലും പെൻഷനെ ആശ്രയിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. ഏറ്റവും ഒടുവിൽ ഇവർക്ക് പെൻഷൻ ലഭിച്ചത് 2023 നവംബർ 4-നാണ്. പെൻഷൻ ഇല്ലെങ്കിൽ അടച്ച അംശാദായമെങ്കിലും തിരിച്ചു കിട്ടുകയായിരുന്നെങ്കിൽ എന്ന് പറയുന്നവരും ഏറെയാണ്. 20 ലക്ഷത്തോളം കെട്ടിട നിർമ്മാണ തൊഴിലാളികളിൽ നിന്ന് മാസം 50 രൂപ അംശാദായം സർക്കാർ പിരിക്കുന്നുണ്ട്. ഇതുമാത്രം മാസം 10 കോടി രൂപ വരും. കൂടാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ്സിലൂടെയും കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ക്ഷേമനിധി തുക സർക്കാർ വകമാറ്റി ചിലവഴിക്കുന്നതിനാലാണ് ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിലായത്. പുതിയ വീട് വയ്ക്കുന്നവരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സെസ് പിരിച്ചിട്ടും അർഹരായ തൊഴിലാളികൾക്ക് പ്രതിമാസ പെൻഷനോ അടച്ചു തീർച്ച അംശാദായമോ നൽകാൻ പണമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2016-ൽ 600 കോടിയോളം രൂപ സ്ഥിര നിക്ഷേപമുണ്ടായിരുന്നു ക്ഷേമനിധിയിൽ. എന്നാൽ ഇപ്പോഴിത് 700 കോടി കടം ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കുടുംബസമേതമുള്ള യാത്രക്കാരെ കൂടുതലായി KSRTCയിലേക്ക് ആകർഷിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്. ഇതിനായി KSRTCകൾ സുരക്ഷിതത്വത്തിനും ശുചിത്വത്തിനും മികച്ച ഭക്ഷണത്തിനും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ എല്ലാ KSRTC ബസ്സുകളും AC ആക്കി മാറ്റുവാനുള്ള സംവിധാനത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, പ്രമേഹം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഹ്രസ്വകാലവും ദീർഘകാലവും അടിസ്ഥാനമാക്കിയാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. പ്രമേഹ രോഗ ചികിത്സയിൽ റോഡ് മാപ്പ് തയ്യാറാക്കാൻ അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കും. സംസ്ഥാന തലത്തിൽ പ്രീ കോൺക്ലേവ് സംഘടിപ്പിച്ച് അതുകൂടി ഉൾക്കൊണ്ടാണ് അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കുക. 30 വയസ്സിന് മുകളിൽ പ്രായമായവരിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് ആർദ്രം ആരോഗ്യം പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇതിൻ്റെ വാർഷികാരോഗ്യ പരിശോധന 1-ാം ഘട്ടം പൂർത്തിയാക്കി. 2-ാം ഘട്ടം നടത്തി വരികയാണ്. 2-ാം ഘട്ട സർവേ പ്രകാരം 14% ആളുകൾക്ക് നിലവിൽ പ്രമേഹമുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ പ്രമേഹ സാധ്യതയുള്ളവരുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകളും സംവിധാനങ്ങളുമാണ് സംസ്ഥാനത്ത് വരുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.